തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്കും അപ്രതീക്ഷിത രാഷ്ട്രീയ സാധ്യതകൾക്കും വഴിയൊരുക്കുന്ന പരാമർശവുമായി DMK നേതൃത്വം രംഗത്തെത്തി. ദീർഘകാലമായി കടുത്ത രാഷ്ട്രീയ എതിരാളികളായി നിലകൊണ്ടിരുന്ന DMKയും AIADMKയും ഭാവിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനാകില്ലെന്ന സൂചനയാണ് DMK സംഘടനാ സെക്രട്ടറി RS ഭാരതി നൽകിയിട്ടുള്ളത്. ഈ പ്രതികരണം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. നിലവിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന പുതിയ ശക്തി സമവാക്യങ്ങളാണ് ഇത്തരം ചർച്ചകൾക്കുള്ള പ്രധാന കാരണം. നടനും തമിഴ്നാട് മുഖ്യമന്ത്രിയായ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെറ്റുകഴകം വേഗത്തിൽ ജനപിന്തുണ വർദ്ധിപ്പിക്കുകയും യുവജനങ്ങൾക്കിടയിൽ സ്വാധീനം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത് പരമ്പരാഗത ദ്രാവിഡ പാർട്ടികളെ പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുകയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ മൂന്നാം ശക്തിയായി TVK ഉയർന്നു വരുന്നത് DMKയ്ക്കും AIADMKയ്ക്കും ഒരുപോലെ വെല്ലുവിളി സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് രൂപപ്പെടുന്നത്. DMKയും AIADMKയും അടിസ്ഥാനപരമായി ഒരേ ദ്രാവിഡ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്ന് രൂപം കൊണ്ട പാർട്ടികളാണെന്ന് RS ഭാരതി ചൂണ്ടിക്കാട്ടി. ഒരു കാലത്ത് DMKയുടെ ഭാഗമായിരുന്ന നിരവധി പ്രമുഖ നേതാക്കളാണ് പിന്നീട് AIADMK രൂപീകരണത്തിലും വളർച്ചയിലും നിർണായക പങ്ക് വഹിച്ചതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതിനാൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ ഇരു പാർട്ടികളും ചില വിഷയങ്ങളിൽ സഹകരിക്കുകയോ ഒരുമിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് അസാധ്യമായ കാര്യമല്ലെന്ന സന്ദേശമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വായിച്ചെടുക്കുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രവും അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടി. പിളർപ്പിന് ശേഷം വ്യത്യസ്ത പാർട്ടികളായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നിരവധി ദേശീയ സംസ്ഥാന വിഷയങ്ങളിൽ ഒരുമിച്ച് നിലപാട് സ്വീകരിക്കുകയും സംയുക്ത പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലും രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ച് പുതിയ സഹകരണ സാധ്യതകൾ രൂപപ്പെടാമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. അതേസമയം DMKയും AIADMKയും തമ്മിൽ സഖ്യത്തെക്കുറിച്ച് ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് RS ഭാരതി വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ ഇതൊരു രാഷ്ട്രീയ സാധ്യതയെക്കുറിച്ചുള്ള പൊതുവായ വിലയിരുത്തൽ മാത്രമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇതിനിടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വരും മാസങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന വിലയിരുത്തലും ശക്തമാവുകയാണ്. നിലവിലെ മുന്നണികളിൽ അസ്വസ്ഥതകൾ രൂപപ്പെടുന്നുവെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പ്രത്യേകിച്ച് വൈക്കോയുടെ നേതൃത്വത്തിലുള്ള മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം നിലവിലെ രാഷ്ട്രീയ സഖ്യത്തിൽ നിന്ന് അകന്നേക്കുമെന്ന അഭ്യൂഹങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും വിവിധ രാഷ്ട്രീയ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. തമിഴ്നാട്ടിൽ ദശാബ്ദങ്ങളായി DMK AIADMK മത്സരമാണ് രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നത്. എന്നാൽ വിജയിയുടെ രാഷ്ട്രീയ പ്രവേശനവും TVKയുടെ വളർച്ചയും സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തുന്നുവെന്ന് വിലയിരുത്തുന്നു. പുതിയ തലമുറ വോട്ടർമാരെ ആകർഷിക്കുന്നതിൽ TVK കൈവരിക്കുന്ന മുന്നേറ്റം പരമ്പരാഗത പാർട്ടികളെ പ്രതിരോധ രാഷ്ട്രീയത്തിലേക്ക് നയിക്കുന്നുവെന്നാണ് രാഷ്ട്രീയ വിദഗ്ധരുടെ നിരീക്ഷണം. ഇത്തരം സാഹചര്യത്തിൽ ഒരു കാലത്ത് കടുത്ത എതിരാളികളായിരുന്ന ദ്രാവിഡ രാഷ്ട്രീയ ശക്തികൾ പോലും ഭാവിയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെക്കുറിച്ച് പുതിയ രീതിയിൽ ചിന്തിക്കാൻ നിർബന്ധിതരാവുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളും മാറുന്ന ജനവിധിയും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളുടെ രൂപരേഖയെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളായിരിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.